കാര്യം ശരി തന്നെയാ. ചെയ്യുന്ന ജോലിക്ക് ഞാൻ കാശ് വാങ്ങിക്കുന്നുണ്ട്. അതെ, എന്റെ ഗതികേട്. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന അത്ര ആത്മാർത്ഥതയോടെ ഞാൻ ചെയ്യുന്നില്ലേ? അതാ ഗാഥാ മേഡത്തിന് വേണ്ടിയല്ലേ? അത് മനസ്സിലാക്കുന്നില്ലെന്ന് വെച്ചാ എന്താ മോളെ സംഭവിച്ചത്? ആഹാ, അയ്യോ എന്റെ ഗോപാലമ്മ, എന്നെ കൊണ്ട് ഈ പണി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ പെണ്ണതിന് സമ്മതിക്കത്തില്ല. മോള് കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യം എന്താ? അവര് കെട്ടാനിരിക്കുന്ന ആ ഒരു ചെറുക്കനുണ്ടല്ലോ, എന്നോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാനാണല്ലോ ഗാദിയായിട്ട് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് പുറത്തേക്ക് വിളിച്ചോണ്ട് പോകുമ്പോ അങ്ങേരുടെ വേറൊരു കൽപ്പന. അവിടെ കിടക്കുന്ന ഗാഥയുടെ ചെരുപ്പിട. അതാണെങ്കി കുട്ടിയും കോലും പോലെ ഇങ്ങനെ നിക്കാം. അതിട്ടിട്ട് ഞാനൊരു മാതിരി താറാവ് നടക്കുന്ന പോലെ നടന്നത്. എനിക്ക് കുട്ടനാട്ടിൽ അതൊന്നും ഇട്ട് പരിചയമില്ല. ഞാൻ കെട്ടിമറിഞ്ഞങ്ങ് വീണു. ഞാൻ വീഴുന്നുണ്ടപ്പോ അയാൾ എന്നെ കയറി പിടിച്ചു. അതാ പിശാച് കണ്ടു എന്നാ പറയുന്നത്. വെറുതെ ഒന്ന് കൈ പിടിച്ചേനോ? ആ, വെറുതെ അങ്ങ് കയറി പിടിച്ചതൊന്നുമല്ല. എന്നെ പിടിക്കാൻ ശ്രമിച്ചപ്പോ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വീണു. ആ, അതെങ്ങനെയാ? ആ സ്റ്റൂള് പോലുള്ള ചെരുപ്പുമേല് ഞാൻ കേറി നിന്നില്ലെങ്കി ഗാഥാ ശ്രീനിവാസ് ആവില്ലല്ലോ. എന്തൊക്കെ എന്നെ പറഞ്ഞെന്നറിയോ? ഞാനിതൊക്കെ കരുതിക്കൂട്ടി ചെയ്തതാ. തൊട്ടുരുമ്പി നടക്കാൻ കൊതിയായിട്ടാണെന്നൊക്കെ. പിന്നെ ഞാൻ ആമ്പിള്ളേരെ കാണാതെ നടക്കല്ലേ? അതെ അതെ. എനിക്ക് ഒരു ചെക്കന്മാരോടും ഒരു പൂതിയുമില്ല. ഞാനേ ഇനി അങ്ങോട്ട് പോവില്ല. മോളെ, വലിയ വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങളോട് കൂടി വളർന്ന കുട്ടിയത്. അവരോട് സാധാരണക്കാരന്റെ വിഷമമൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ക്ഷമിക്കുക. ആവശ്യം നമ്മുടേതല്ലേ? അമ്മയുടെ കാര്യത്തിന് വേണ്ടിയല്ലേ മോളെ? ആ ഒരൊറ്റ കാര്യം ആലോചിച്ചിട്ടാ. അല്ലെങ്കിലേ എന്റെ സ്വഭാവം വെച്ചിട്ട് മുഖത്ത് നോക്കി 4 വർത്താനം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോന്നെ. ഓട്ടെ മോളെ, ഓരോരുത്തരും അവരുടെ സംസ്കാരം വെച്ച് പെരുമാറുന്നു, അത്ര തന്നെ. മോളുടെ മനസ്സിൽ നന്മയെ തിരിച്ചറിയേണ്ട കാര്യം അവർക്കുണ്ടോ? എങ്ങനെയെങ്കിലും കുറച്ചു ദിവസം പിടിച്ചു നിൽക്കുക, നമ്മുടെ പ്രശ്നം പരിഹരിക്കുക. അവിടെ തീർന്നു അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും. ദൈവത്തിന് നേരിട്ട് കാണാണെങ്കിൽ ഞാൻ ചോദിച്ചന, എന്നെ ആ പെണ്ണിനെയും എന്തിനാ ഒരേ രൂപത്തിലെ സൃഷ്ടിച്ചേന്ന്. അതെ, ആദ്യം ദേഷ്യം നടക്ക്. കഴിക്കാൻ എന്തെങ്കിലും വേണോ? ആ, പിന്നെ ഈ പറയുന്നതിനൊക്കെ പരിഹാരം കഴിക്കലല്ലേ?
എന്നല്ല, ഞാൻ അവളെ പോലും ഇത് കാണിച്ചിരുന്നില്ല. അവളെ എങ്ങനെ ഇത് കാണിച്ചിരുന്നെങ്കിലേ ഇതിപ്പോ എവിടെ ഇരിക്കുമായിരുന്നു? എന്റെ ആശുപത്രി ചെലവിനും മരുന്നിനും ഒക്കെ വേണ്ടി എന്നെ ഇത് പോയേനെ. കാത്ത് കാത്ത് ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതേ അവളുടെ കല്യാണത്തിന് അവക്ക് കൊടുക്കാനാ. എന്നെ കൊണ്ടാവുന്നത് ഇതൊക്കെയാ. ഇത് കൊടുക്കുമ്പോ കൃഷ്ണ എന്തായാലും ഞെട്ടും. ഇങ്ങനൊരു കാര്യം സൂക്ഷിച്ചു വെക്കുമെന്ന് അവള് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. അവള് സ്വപ്നത്തിൽ കണ്ടാലും പ്രശ്നമാണ്. സ്വപ്നത്തിൽ നിന്ന് അവളെടുത്ത് വെക്കും. എനിക്ക് വേണ്ടി തന്നെയാ. എന്നാലും ഇത് കൈവിട്ടു പോകാൻ പാടില്ല. ചിലപ്പോ ഞാൻ വയ്യാണ്ടാകും, ആശുപത്രിയിലാകും. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഇരിപ്പുണ്ടെന്ന് നീ കൃഷ്ണനോട് പറയല്ലേ, കേട്ടല്ലോ? ഇതിപ്പോ എന്തിനാ എന്നോട് പറഞ്ഞത്? കിടന്ന കിടപ്പില് ഞാനെങ്ങാനും ചത്തുപോയാല് ഇതാരെങ്കിലും അവളോട് പറയണമല്ലോ. അതാ നിന്നോട് പറഞ്ഞു ഏൽപ്പിച്ചത്. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒന്നെങ്കിൽ മോളുടെ കല്യാണത്തെ പറ്റി ആലോചിക്കും, അത് നടത്തുന്നതിനെ പറ്റി ചിന്തിക്കും, അല്ലെങ്കിൽ മരിക്കുന്നതിനെ പറ്റി ചിന്തിക്കും. അല്ലാതെ ഇത് രണ്ടും കൂടി പറഞ്ഞാലുണ്ടല്ലോ. നീ പിണങ്ങാതടി. ശരി, നമുക്കെന്നാലേ അവളുടെ കല്യാണത്തെക്കുറിച്ച് പറയാം. അതെ, ഈ ചെറുക്കന്റെ പേരെന്താന്നറിയോ നിനക്ക്? വിനയനെന്നല്ലേ?